കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല അധ്യാപകർക്ക് കേന്ദ്ര ജൈവ സാങ്കേതിക വകുപ്പ് നടപ്പാക്കുന്ന ബയോ E3 ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി 2.23 കോടി രൂപയുടെ ധനസഹായം ലഭിച്ചു. സമുദ്ര ജൈവ വിഭവങ്ങളെ അടിസ്ഥാനമാക്കി അണുബാധകൾ നിയന്ത്രിക്കാനും മുറിവുകൾ വളരെ വേഗത്തിൽ ഭേദമാക്കാനും സഹായിക്കുന്ന ന്യൂനത ഹൈബ്രിഡ് ഹൈഡ്രോജൽ വികസിപ്പിക്കുന്നതിനാണ് ഈ ഗവേഷണം. 2 വർഷം ദൈർഘ്യമുള്ള ഈ ഗവേഷണ പദ്ധതി കുഫോസും കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയും ചേർന്നാണ് നടപ്പാക്കുന്നത്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയായ കുഫോസിന് കേന്ദ്ര ജൈവ സാങ്കേതിക വകുപ്പ് നടപ്പിലാക്കുന്ന ബയോ E3 പദ്ധതിയുടെ ഭാഗമായി 2.23 കോടി രൂപയുടെ ഗവേഷണ ധനസഹായം ലഭിച്ചു. സമുദ്ര ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അണുബാധ തടയാനും മുറിവുകൾ വേഗത്തിൽ ഉണക്കാനുമുള്ള ഹൈബ്രിഡ് ഹൈഡ്രോജൽ വികസിപ്പിക്കാനാണ് ഈ തുക നൽകുന്നത്. കുഫോസും കേരള വെറ്റിനറി സർവകലാശാലയും ചേർന്നാണ് 2 വർഷത്തെ ഈ സംയുക്ത ഗവേഷണ പദ്ധതി നടപ്പാക്കുന്നത്. സമുദ്രജന്യ ബയോപോളിമറുകൾ, നാനോ ടെക്നോളജി, ആവശ്യ എണ്ണകൾ എന്നിവ സംയോജിപ്പിച്ച് അണുബാധ തടയുന്നതിനും മുറിവുണക്കൽ വേഗത്തിലാക്കുന്നതിനുമുള്ള പരിസ്ഥിതി സൗഹൃദ ഡ്രസ്സിംഗ് വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുഫോസ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിലെ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ മായാരാമനാണ് പദ്ധതിയുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിബു ജോൺ കരിയിൽ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായും കുഫോസ് മറൈൻ ബയോ സയൻസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ നെവിൻ KG കോ ഇൻവെസ്റ്റിഗേറ്ററായും ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു. പ്രമേഹം മൂലമുള്ള കാലിലെ മുറിവുകൾ, ദീർഘകാല മുറിവുകൾ, പൊള്ളലുകൾ, അപകടങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകൾ, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മുറിവുകൾ എന്നിവയുടെ ചികിത്സയിൽ ഈ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ സാധ്യതയുണ്ട്. കുറഞ്ഞ ചിലവിൽ സമുദ്ര ജൈവ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ ബയോടെക്നോളജി മേഖലയെ ശക്തിപ്പെടുത്താനും വാണിജ്യ സാമൂഹ്യ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും സഹായകരമാകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.